സൗദി പ്രോ ലീഗ് യുവതാരങ്ങളുടെ കരിയർ തുലച്ചു കളയുന്നുണ്ടോ? പൊതുവെ അങ്ങനെ ഒരു സംസാരം ഇപ്പോൾ ഫുട്ബോൾ ലോകത്തുണ്ട്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോയതിനു ശേഷം മാത്രം വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഫുട്ബോൾ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു ലീഗാണ് സൗദി ലീഗ്. പണ്ട് മുതൽ ഈ ലീഗ് ഉണ്ടെങ്കിൽ പോലും ആർക്കും തന്നെ കൂടുതൽ അറിയത്തില്ലായിരുന്നു. എന്നാൽ റൊണാൾഡോയുടെ വരവോടുകൂടി പിന്നീട് അങ്ങോട്ട് കുറേ സൂപ്പർ താരങ്ങൾ വന്നു. അതിലൂടെ കുറേ ടീമുകൾ, അൽ ഹിലാൽ, അൽ നാസർ, അൽ ഇത്തിഹാദ്, അങ്ങനെ കുറേ ടീമുകൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായി. ഇവരുടെ കളികൾ പല രാജ്യങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവരുടെ മാച്ചസ് പലരും കാണാനും തുടങ്ങി. വലിയ രീതിയിൽ ആ ഒരു ലീഗ് ഇപ്പോൾ വളർന്നു വരുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പലരും പറയുന്ന ഒരു കാര്യമാണ് സൗദി ലീഗ് യുവതാരങ്ങളുടെ കരിയർ തുലച്ച് കളയുന്നുണ്ട് എന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു റയൽ മാഡ്രിഡിന്റെ ജർമ്മൻ ഇതിഹാസമായിട്ടുള്ള ടോണി ക്രൂസ് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം സൗദി ലീഗിനെയും റൊണാൾഡോയെയും കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല. പല ചാനലും അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിരുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നായിരുന്നു സൗദി ലീഗിലേക്ക് യുവതാരങ്ങൾ പോകുന്നത് പൈസ മാത്രം കണ്ടുകൊണ്ടാണ്. യൂറോപ്പിലെ ഹൈ ക്വാളിറ്റി ടോപ്പ് ക്ലാസ് ഫുട്ബോൾ വിട്ടിട്ട് സൗദിയിലേക്ക് പോകുന്നത് അവരുടെ കരിയറിനെ ദോഷം ചെയ്യും, ഫുട്ബോളിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവാണ് എന്ന രീതിയിൽ ടോണി ക്രൂസ് പറഞ്ഞിരുന്നു. അതിനുശേഷം പല മാധ്യമങ്ങളും ഈ ഒരു കാര്യം ചർച്ച ചെയ്തിരുന്നു. യുവതാരങ്ങൾക്ക് നല്ലൊരു സ്ഥലമല്ല സൗദി എന്നത് പല മാധ്യമങ്ങളും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യമേ ഇതിനൊരു ഉദാഹരണം വെച്ച് തുടങ്ങേണ്ടതുണ്ട്. ഈ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ജോൺ ഡുറൈൻ എന്ന് പറയുന്ന ഒരു യുവ സൂപ്പർ താരമാണ്. 22 വയസ്സുള്ള കൊളംബിയൻ സൂപ്പർ താരം. കൊളംബിയയ്ക്ക് വേണ്ടി 17 മാച്ചിൽ നിന്ന് 3 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ള കൊളംബിയയുടെ ഫ്യൂച്ചർ ലോകത്തിന് മുന്നിൽ വേറെ ലെവലിൽ മറിയാൻ പോകുന്ന ഒരു കരിയറുള്ള ഒരു തകർപ്പൻ യങ്സ്റ്റർ, അതായത് തകർപ്പൻ ടാലന്റ് എന്ന രീതിയിൽ പറയപ്പെട്ട ജോൺ ഡുറൈൻ. ആരാണ് ജോൺ ഡുറൈൻ? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നത്. കൊളംബിയൻ ക്ലബ്ബായിട്ടുള്ള എൻഗാർഡൻ FC-യിൽ 2019 ജോൺ ഡുറൈൻ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. 2021 വരെ അദ്ദേഹം കൊളംബിയൻ ലീഗിൽ കളിച്ചു. 51ഓളം മത്സരങ്ങൾ അവിടെ അദ്ദേഹം ഈ ഒരു ടീമിന് വേണ്ടി കളിച്ചിരുന്നു. 10 ഗോളുകളായിരുന്നു താരം സ്കോർ ചെയ്തത്. കൊളംബിയൻ ലീഗിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ താരമാകാനും ജോൺ ഡുറൈൻ എന്ന താരത്തിന് കഴിഞ്ഞിരുന്നു. അതിനുശേഷം 2022 MLS-ൽ ചിക്കാഗോ ഫയർസ് എന്ന ടീമിലേക്ക് താരം പോയി. 2022 മുതൽ 2023 വരെ അവിടെയായിരുന്നു താരം കളിച്ചിരുന്നത്. MLS-ലെ ആ സമയത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ട്രാൻസ്ഫർ ആയിരുന്നു താരം. താരത്തെ സംബന്ധിച്ച് MLS-ൽ വളരെ മികച്ച പെർഫോമൻസ് താരം നടത്തിയിരുന്നു. 28 മാച്ചിൽ നിന്ന് 8 ഗോളുകളായിരുന്നു താരം സ്കോർ ചെയ്തിരുന്നത്. അതിനുശേഷം MLS-ൽ നിന്ന് നേരെ താരം പോകുന്നത് പ്രീമിയർ ലീഗിലേക്കാണ്. പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയിലേക്ക് ജോൺ ഡുറൈൻ എത്തിയത് 2023 അവിടെ അദ്ദേഹം 2025 വരെ കളിച്ചിരുന്നു. 78 മത്സരങ്ങളിൽ നിന്ന് 20 ഗോളുകളായിരുന്നു താരം സ്കോർ ചെയ്തിരുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ 7 മത്സരങ്ങളിൽ നിന്ന് താരം 3 ഗോളുകൾ സ്കോർ ചെയ്തിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കിനെതിരെയുള്ള വിന്നിംഗ് ഗോൾ നേടിയതോടുകൂടിയാണ് യൂറോപ്പിലെ മിക്ക ടീമുകളുടെയും ശ്രദ്ധ താരത്തിലേക്ക് പതിയുന്നത്. ശ്രദ്ധ എന്ന് പറയുമ്പോൾ ചെറിയ ടീമുകളുടെ ശ്രദ്ധ മാത്രമല്ല, ബയൺ മ്യൂണിക്ക്, അതുപോലെ തന്നെ റയൽ മാഡ്രിഡ്, ഇങ്ങനെ വമ്പന്മാരെല്ലാം ടീമിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നു. താരം അത്രയും മികച്ച പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 വയസ്സായിരുന്നു ആ ഒരു സമയത്ത് താരത്തിനുണ്ടായിരുന്നത്. പ്രീമിയർ ലീഗിലെ ആദ്യ സീസണിൽ 2022-23 സീസണിൽ താരത്തിന് ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. 12ഓളം മത്സരങ്ങൾ താരം കളിച്ചിരുന്നു. 2ാമത്തെ സീസൺ 2023-24 സീസണിൽ താരം 23 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ സ്കോർ ചെയ്തു. 2024-25 സീസണിൽ 20 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകൾ താരം സ്കോർ ചെയ്തിരുന്നു. വളരെ മികച്ച രീതിയിലായിരുന്നു താരം അവിടെ കളിച്ചിരുന്നത്. ആ സീസണിന്റെ പകുതിയോടെയാണ് താരം അൽ നാസറിലേക്ക് പോകുന്നത്. ചാമ്പ്യൻസ് ലീഗിലെ ബയൺ മ്യൂണിക്കിനെതിരെയുള്ള ആ ഒരു വിന്നിംഗ് ഗോൾ, അതുപോലെ തന്നെ ലിവർപൂളിനെതിരെ 2 ഗോളുകൾ സ്കോർ ചെയ്തിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ 1 ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തിരുന്നു. അങ്ങനെ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി താരം പ്രീമിയർ ലീഗിൽ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിലായിരുന്നു താരം അൽ നാസറിലേക്ക് അപ്രതീക്ഷിതമായിട്ട് പോയത്. അൽ നാസർ $80 മില്യൺ നൽകിക്കൊണ്ടായിരുന്നു താരത്തെ ടീമിലേക്ക് എത്തിച്ചിരുന്നത്. ഈ ഫുട്ബോൾ ലോകം അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്ന ഒരു ട്രാൻസ്ഫർ ആയിരുന്നു അൽ നാസറിലേക്ക്. അതായത് സൗദി ലീഗിലേക്ക് വയസ്സായ താരങ്ങൾ മാത്രമല്ല പോകുന്നത്, യുവതാരങ്ങളും അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ വലിയ രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ട് എന്ന രീതിയിൽ പലരും പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് നടന്നിട്ടുള്ള കാര്യങ്ങൾ
അത്ര ശുഭകരമല്ല എന്നതാണ്. താരത്തിൻ്റെ കരിയർ തന്നെ മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു 21 വയസ്സ് മാത്രം പ്രായമുള്ള താരം പ്രീമിയർ ലീഗിൽ, അത്രയും ലോകത്തെ ഏറ്റവും മികച്ച ലീഗിൽ 20 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മികച്ചൊരു സ്റ്റാറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ മിക്ക വലിയ ലീഗുകളിലുള്ള മിക്ക ടീമുകളും, അതായത് യൂറോപ്പിലെ പല ലീഗുകളിലെയും വലിയ ടീമുകൾക്ക് താരത്തിൽ ഒരു കണ്ണുണ്ടായിരുന്നു. പ്രീമിയർ ലീഗിലെ വമ്പന്മാർക്കും താരത്തിൽ കണ്ണുണ്ടായിരുന്നു. എന്നാൽ താരം ആ ഓഫേഴ്സ് എല്ലാം നിരസിച്ചു. എന്നിട്ട് താരം പോയിട്ടുള്ളത് അൽ നാസറിലേക്കായിരുന്നു. അൽ നാസർ അത്രയും വലിയൊരു ഓഫറായിരുന്നു കൊടുത്തിരുന്നത്. 77 മില്യൺ യൂറോസിൻ്റെ ഒരു ഓഫറായിരുന്നു അൽ നാസർ കൊടുത്തിരുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഓഫർ കൊടുത്തിരുന്നത് കൊണ്ട് തന്നെ അൽ നാസറിലേക്ക് അദ്ദേഹം പോയി. അൽ നാസറിലേക്ക് അദ്ദേഹം എത്തുന്നത് 2025 25 ജനുവരിയിലായിരുന്നു. 2025 ജനുവരിയിൽ എത്തിയ താരം ജനുവരി മുതൽ ഇപ്പോൾ കറന്റ് ഫെബ്രുവരിയാണ് 2026 ഫെബ്രുവരി, അതായത് ഒരു 12 മാസത്തിനകത്ത് താരം 3 വ്യത്യസ്ത ടീമുകൾക്കാണ് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത്. താരത്തിന്റെ കരിയർ അമ്പേ മാറി മറിഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അൽ നാസറിന് വേണ്ടി 18 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകൾ താരം സ്കോർ ചെയ്തു. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ഒരു 21 വയസ്സ് ഉള്ള ഒരു പ്ലെയറിനെ സംബന്ധിച്ച് ഒരു ലീഗിൽ 12 ഗോളുകൾ, അതായത് 18 മാച്ചിൽ നിന്ന് 12 ഗോളുകൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മികച്ചൊരു സ്റ്റാറ്റ്സ് ആണ്. എന്നിട്ടും അൽ നാസറിന് താരത്തെ അവിടെ നിലനിർത്താൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ നാസറിന്റെ പുതിയ കോച്ച്, അദ്ദേഹം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത് അൽ നാസറിലേക്ക്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്ലാനിൽ ഈ ഒരു പ്ലെയർ ഇല്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവർ ആ ഒരു പ്ലെയറിന്റെ ആ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാതെ താരത്തെ ലോണിൽ വിടാനുള്ള തീരുമാനമായിരുന്നു എടുത്തിരുന്നത്. ആദ്യം ടർക്കിഷ് ക്ലബ്ബായിട്ടുള്ള ഫെഡർബാഷയിലേക്ക് താരം ലോണിൽ പോയി. അവിടെ 26 മാച്ചസ് താരം കളിച്ചു. വെറും 5 ഗോളുകൾ മാത്രമായിരുന്നു താരത്തിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. താരത്തിന്റെ കരിയറിന്റെ ഗ്രാഫ് താഴേക്ക് പോയി. ഇപ്പോൾ റഷ്യൻ ക്ലബ്ബായിട്ടുള്ള സെനിറ്റ് സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് താരം കളിക്കുന്നത്. താരം ഈ ഒരു ഫെബ്രുവരിയിലാണ് അങ്ങോട്ട് മാറിയിട്ടുള്ളത്. താരത്തിന്റെ കരിയർ ഏത് രീതിയിൽ മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പ്രീമിയർ ലീഗിലേക്ക്, അതായത് കൊളംബിയൻ ലീഗിൽ നിന്ന് പ്രീമിയർ ലീഗിലേക്ക് പോയിട്ടുള്ള ഒരു താരം അവിടെ നിന്ന് പടിപ്പടിയായിട്ട് താഴേക്ക് പോയി ഇപ്പോൾ കളിക്കുന്നത് റഷ്യൻ ലീഗിലാണ്. ഈ ഒരു രീതിയിലേക്ക് താരത്തിന്റെ കരിയറിനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അൽ നാസറാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരാം. അൽ നാസറിനെ സംബന്ധിച്ച് അവർ ടീമിലെത്തിച്ചൊരു പ്ലെയർ ആ ടീമിന് ആവശ്യമില്ലാത്തൊരു സാഹചര്യത്തിൽ അവർ ലോണിന് വിട്ടു. ആ പ്ലെയറിന് കൂടുതൽ ഗെയിം ടൈമൊക്കെ കിട്ടാൻ. അവരെ സംബന്ധിച്ച് ആ താരത്തിന് വേണമെങ്കിൽ യൂറോപ്പിലേക്ക് ലോണിൽ പോകാമല്ലോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വന്നേക്കാം. അതായത് ഒരു 77 മില്യൺ യൂറോസ് നൽകിയ ഒരു യുവതാരത്തെ ടീമിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിനെ ലോണിൽ വിടുമ്പോൾ ആ പ്ലെയറിന് വലിയ രീതിയിൽ സാലറി കൊടുക്കുന്നുണ്ട്. അത്രയും സാലറി കൊടുക്കുന്ന ഒരു ടീമിലേക്ക് മാത്രമേ ലോണിൽ വിടാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ടീമിലേക്ക്. യൂറോപ്പിലെ ടീമുകളൊന്നും അതിന് തയ്യാറല്ല. അവരെ സംബന്ധിച്ച് പെർമനന്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനാണെങ്കിൽ അത്രയും വലിയ സാലറി ഒക്കെ അവർ കൊടുക്കും. പക്ഷേ ഒരു ലോൺ പ്ലെയറിനൊന്നും അത്രയും വലിയ സാലറി ഒന്നും അവർ കൊടുക്കാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അൽ നാസർ താരത്തിന്റെ കരിയർ അങ്ങ് തുലച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പലർക്കും അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഇപ്പം ഞാൻ പറഞ്ഞ ഒരു രീതി. പക്ഷേ റിയാലിറ്റി അതാണ്. താരത്തെ സംബന്ധിച്ച് 21 വയസ്സിൽ റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും പോലെയുള്ള വമ്പന്മാർ ഓഫർ കൊടുക്കാൻ ഉള്ളപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ താരം പോയിട്ടുള്ളത് എവിടെയാണ്? സൗദി ലീഗിലേക്ക്. സൗദി ലീഗിൽ പോയിട്ട് സൗദി ലീഗിൽ കളിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഒരു വർഷത്തിനിടയ്ക്ക് 3 ടീം മാറുക, 3 വ്യത്യസ്ത ലീഗുകളിൽ പോയി കളിക്കുക, ഏഷ്യയിൽ അങ്ങറ്റം കിടക്കുന്ന റഷ്യയിലേക്ക് പോവുക, പിന്നെ സൗദിയിൽ, പിന്നെ ഇപ്പോൾ ഫെഡർബാഷ. അപ്പോൾ ഇങ്ങനെ 3 വ്യത്യസ്ത ലീഗുകളിൽ, ടർക്കിയിൽ, അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് താരത്തിൻ്റെ ആ ഒരു കരിയർ മാറി. വലിയ രീതിയിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു യുവതാരത്തെ സംബന്ധിച്ച് കൊളംബിയയുടെ ഭാവി എന്ന് കരുതപ്പെട്ട ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി ഈ രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ അദ്ദേഹം റയൽ മാഡ്രിഡിൽ പോയാൽ പോലും റയൽ മാഡ്രിഡ് വലിയൊരു തുക കൊടുത്തൊന്നും താരത്തെ എത്തിക്കാൻ പോകുന്നില്ല. എത്തിച്ചാലും ഇപ്പോൾ നമ്മൾ ലോണിൽ വിട്ട് കളിപ്പിക്കുന്ന ചില താരങ്ങളുണ്ടല്ലോ. എൻട്രിക്കിന് റയലിൽ അവസരം കിട്ടാതെ അദ്ദേഹം ലോണിൽ പോയതാണ്. അതുപോലെ ലോണിൽ പോയിട്ട് യൂറോപ്പിൽ തന്നെ താരത്തിന് കളിക്കാൻ പറ്റുമായിരുന്നു. വേറെ ഏതെങ്കിലും ടീമിൽ ഹൈ ക്വാളിറ്റി തന്നെ താരത്തിന് നിൽക്കാൻ പറ്റുമായിരുന്നു. ഒരു പെർഫെക്റ്റ് ടൈം ആകുന്ന സമയത്ത് റയലിലേക്ക് തിരിച്ചു വന്നിട്ട് റയലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പെർമനന്റ്, അതായത് സ്ഥിരമായിട്ട് റയലിന് അവസരങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് നേടാം, പല വലിയ ട്രോഫികൾ നേടാം, വലിയ നേട്ടങ്ങൾ താരത്തിന് സ്വന്തമാക്കാൻ കഴിയുന്നതായിരുന്നു. താരത്തിൻ്റെ കരിയർ വേറെ ലെവലിലേക്ക് പോകേണ്ട ഒരു കരിയറാണ്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, താരമല്ലേ തീരുമാനിച്ചത്, ഈ ജോൺ ഡുറാനല്ലേ തീരുമാനിച്ചത് തൻ്റെ കരിയർ ഏത് രീതിയിൽ പോകണമെന്ന്. ശരിയാണ്, ജോൺ ഡുറാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയർ ഏത് രീതിയിൽ മാറണം എന്നത്. സൗദിയിലേക്ക് പോകാനുള്ള തീരുമാനം അദ്ദേഹം എടുത്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന താരങ്ങൾ വളരെ പൂവറായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ വരുന്നവരാണ്. അവരുടെ ജീവിത നിലവാരം വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള സമയത്ത്
ഒരു ടീമിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു സാലറിയും വലിയ രീതിയിലുള്ളൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ ആരായാലും പോയി പോകും. കാരണം വീട്ടിലെ സിറ്റുവേഷൻ, ഇപ്പോൾ എൻ്റെ പ്രായം എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയറിൻ്റെ പ്രായമാണ്, 22 വയസ്സാണ്. അപ്പോൾ വീട്ടിലെ സിറ്റുവേഷൻ നമ്മൾ നോക്കുമല്ലോ. വീട്ടിലെ സിറ്റുവേഷൻ നോക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, നല്ലൊരു ഓഫർ വന്നു, അങ്ങോട്ട് പോയി. പൈസ നോക്കി തന്നെയാണ് പോയത്, അതിലൊന്നും ഒരു സംശയമില്ല. കരിയർ നോക്കിയില്ല, പൈസ നോക്കി അങ്ങോട്ട് പോയി. പക്ഷെ സിറ്റുവേഷനാണ് ഇതിനെല്ലാം കാരണമാകുന്നത്. അത്രയും വലിയൊരു തുക കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മാറ്റാമല്ലോ, നമ്മുടെ ജീവിത നിലവാരം മാറ്റാം, വീട്ടുകാരുടെ അവസ്ഥ മാറ്റാം. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. അതായത് കഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ പ്രവാസികളായി മാറിയിട്ടില്ലേ? മറ്റു പല ഭാഷ അറിയാത്ത രാജ്യങ്ങളിൽ പോയി അവിടെ വലിയ രീതിയിൽ ജോലി ചെയ്യുന്നില്ലേ? അതായത് വടക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് തെക്കോട്ട് കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയും സെയിമാണ്. കൂടുതൽ ശമ്പളം കിട്ടുന്നു, അത് വെച്ച് തൻ്റെ കുടുംബത്തെ നോക്കാം എന്നൊരു പ്ലാനിലാണ് അവരൊക്കെ വരുന്നത്. സെയിം പദ്ധതിയൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് തോന്നാം യൂറോപ്പിൽ കിട്ടുന്നത് മോശം സാലറി ആണോ എന്നൊക്കെ നമുക്ക് തോന്നാം. ആ ഒരു സാലറി വെച്ചൊക്കെ ജീവിക്കാനൊക്കെ പറ്റും. പക്ഷെ പൈസ കാണുമ്പോൾ നോർമലി ഏതൊരു പ്ലെയറും പോകുന്നതാണ്. അൽ നാസർ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ കളിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ അൽ നാസർ അവിടെ കളിപ്പിച്ചില്ല. താരത്തിൻ്റെ കരിയർ ഇപ്പോൾ എന്ത് അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്ന് കണ്ടില്ലേ? 22 വയസ്സുള്ള താരമാണ്. പ്രീമിയർ ലീഗ് കളിച്ചിരുന്ന പ്രീമിയർ ലീഗിൽ ലിവർപൂളിനെതിരെ അതുപോലെ തന്നെ മാൻ സിറ്റിക്കെതിരെയൊക്കെ ഗോളടിച്ച് അത്രയും ടോപ്പിൽ കളിച്ചൊരു പ്ലെയറാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ട് റഷ്യൻ ലീഗിലൊക്കെ പോയി കളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന് കാരണം എന്ന് പറയുന്നത് 100% പ്ലെയർ തന്നെയാണ് തെറ്റുകാരൻ. എന്നാൽ അൽ നാസറിന്റെ ഭാഗത്തു നിന്നും സൗദി ലീഗിന്റെ ഭാഗത്തു നിന്നും അവരുടെ ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗത്തു നിന്നും എല്ലാം പ്രശ്നമുണ്ട്. നിങ്ങളുടെ പ്രോജക്റ്റിനെ സംബന്ധിച്ച് സൗദി ലീഗിന്റെ പ്രോജക്റ്റ് അത് അവർ കുറെ വിഷൻ 2030 അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ ക്ലിയർ ആണ്. സൂപ്പർ താരങ്ങളെ എത്തിക്കുന്നു, അതിലൂടെ വ്യൂവർഷിപ്പ് കൂട്ടുന്നു, അതിലൂടെ ബിസിനസ് വളർത്തുന്നു. ഈ ഒരു പ്രോസസ്സാണ് അവർ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു യൂറോപ്പിന് വെളിയിൽ ഒരു വലിയ ലീഗ്, ആ രീതിയിൽ ഞാൻ വിചാരിച്ചിരുന്നതാണ്, ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്, നല്ലതല്ലേ എന്ന്. പക്ഷേ കറന്റ് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ താരങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് എത്തിക്കുന്നു. യുവതാരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അവസ്ഥ ഏറെക്കുറെ ഈ ജോൺ ഡുറൈനെ പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ കാണും. പക്ഷെ ഭൂരിഭാഗം ആളുകൾ ഈ രീതിയിൽ തന്നെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് ജോൺ ഡുറൈന് മാത്രം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, വേറെയും പല താരങ്ങൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പിലെ ടീമിലേക്ക് അദ്ദേഹം പോയിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ സൗദിയിൽ ഇത്രയും വലിയൊരു ഓഫർ കൊടുത്ത് ഇത്രയും സാലറി കൊടുക്കുന്ന ഒരു താരത്തെ യൂറോപ്പിലെ ടീമുകൾ എടുക്കത്തില്ല. ഇത്രയും സാലറി കൊടുത്ത് ഒരു താരത്തെ എടുക്കത്തില്ല, അതും സൗദി ലീഗിൽ നിന്നൊന്നും എടുക്കത്തില്ല. പ്രീമിയർ ലീഗിൽ താരം കളിച്ചിരുന്ന സമയത്ത് വലിയ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഫുട്ബോളറാകാൻ ശ്രമിച്ച ആളാണ്. ശ്രമിച്ചിട്ട് അത് നടക്കാൻ പറ്റാതെ പോയി. പല കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എനിക്കറിയാൻ പറ്റും. ഒരു ഫുട്ബോളറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയർ ഇങ്ങനെ തൊലഞ്ഞു പോകുന്നത് കാണുമ്പോൾ സങ്കടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫൂട്ടേൽ.